അരിസം വന്നിട്ടാണ് അരിസം വന്നു. ഞാൻ പറഞ്ഞിട്ട് അരിസം വന്നു. ഹോം നേഴ്സിനെ കൊണ്ടുവരുമോന്ന് ചോദിച്ചേ. തോമാച്ചനെ അല്ല, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടേ ആളെ കൊണ്ടുവരുമോന്ന് ചോദിച്ചേ. അവിടെയൊക്കെ പോകണ്ട, നമുക്കിന്ന് മൂല മുഴുകി തിന്നാം. ഇന്ന് മൂല മുഴുകി തിന്നാൻ പോകണ്ടേ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും. ബെഡ്ഷീറ്റിലെടുത്ത് എന്നാ പരിപാടി? എന്നാ പരിപാടി? എവിടെ? ഏത് വീട്ടോട്ട്? ഇതന്നെ ഈ പൊഞ്ഞിട്ട് വെച്ചാണോ ഇത്? ഇതന്നാ ഇത്? ഇത് തലേണ ഇത് പൊഞ്ഞിട്ട് വെച്ചാണോ? തലേണ കൊണ്ടുപോകണോ? അതോ? ആ ആണോ? അപ്പം അവിടെ അതിനകത്തല്ല കിടക്കണേ? ഇങ്ങനെ പോയാൽ ഇതിനകത്തല്ല കിടക്കണേ? കിടക്കുന്നത് അതിനകത്തല്ലാന്ന്. കിടക്കുന്നതേ എന്നാത്തല്ലാന്ന്. പകലല്ല, വൈകിട്ടല്ലേ കിടക്കുന്നേ? പകലും വൈകിട്ടും കിടക്കണ്ടേ? അവിടെ ചെന്നല്ല എന്നാത്തല്ല കിടക്കുന്നേ? ഇത് കൊണ്ടുപോയില്ലെങ്കിൽ അതെന്നാ അത് കൂടിനകത്തെ? കൂടിനകത്തുള്ളതെന്നാ? കൂടിനകത്തുള്ളതെന്നാ? കൂടിനകത്തുള്ളതെന്നാന്ന്? ആ തലേണ ഇതല്ലേ? കൂടിനകത്താണോ തലേണ ഇരിക്കുന്നത്? തല വെക്കണോ? തലക്കി വെക്കണം ഇതല്ലേ തലേണയല്ലേ? ഈ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോണേ? ഇത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോണതിനകത്താണെന്ന് ചോദിച്ചേ. പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോണത് ആ താഴെയിട്ടല്ല, വണ്ടിക്കകത്ത് വെച്ചോണ്ട് പോയാൽ പോരെ? വണ്ടിക്കകത്തോട്ട് എടുത്ത് വെച്ചാൽ പോരെ? എന്നാ പിന്നെ എപ്പോഴാ വരുന്നേ? പിന്നെ എപ്പോഴാ വരുന്നേ? പിന്നെ എപ്പോഴാ വരുന്നേന്ന്? പോയാ പോയി കഴിഞ്ഞാൽ എപ്പോഴാ വരുന്നേന്ന്? വരുന്നതേ, തിരിച്ചു വരുന്നതേ. ആ വീട്ടിൽ പോയാൽ തിരിച്ചു വരണ്ടേ? നാളെ ആയിട്ട് കൊണ്ടുപോകണല്ലോ? ആണോ? ഇന്ന് പിന്നെ എന്നാക്കെ കൊണ്ടുപോകണേ? ഇതിന്റെ പുറത്തോട്ടൊരു പായും എന്തെങ്കിലും ഇത് വിരിച്ചും കിടക്കാം. ആ അപ്പൊ വീട്ടിൽ പോയാൽ അതിനകത്തല്ല കിടക്കണേ? ഇത് കൊണ്ടുപോയില്ലെങ്കിൽ വീട്ടിൽ പോയാൽ അതിനകത്തല്ല കിടക്കണേ? ഇത് കൊണ്ടുപോയില്ലെങ്കിലേ വീട്ടിൽ പോയാൽ അതിനകത്തല്ല കിടക്കണേ? പിന്നെ കൊണ്ടുപോകാം. അതിനകത്തല്ല കിടക്കണേ? അവിടെ ചെല്ലുമ്പോൾ അവിടെ കട്ടിലുണ്ടോ? ഏത് കൊണ്ടുപോയില്ലോ? ആ അത് കൊണ്ടുപോവാം. അതല്ലെന്ന് ഇത് കൊണ്ടുപോകണ്ടേ? ഇത് ഇത് കൊണ്ടുപോകണം. ഭയങ്കര വെയിലാ. വെയിലൊന്നുമില്ല, ഇപ്പം മഴയാ. ഇപ്പം എങ്ങനെയാ പോണേ? അതിനാ ആരാ കൊണ്ടുപോണേ? ആ ആരാ കൊണ്ടുപോകുന്നേ? ഇതൊക്കെ ആരാ കൊണ്ടുപോകുന്നേ? ആര്? വീട്ടിൽ പിള്ളേരുണ്ടോ? ഏത് പിള്ളേര്? വീട്ടിലേതാ പിള്ളേരല്ലേ? വീട്ടിലേതാ പിള്ളേരല്ലേ? ഏതാ പിള്ളേര് ഉള്ളതെന്ന്? പിള്ളേര് ചെക്കന്മാരുണ്ട്. ആ എത്ര പേരുണ്ട്? തോടൊന്നുമല്ല. ഇല്ലേ?
എടുത്ത് കെട്ടിഞ്ഞ് പിന്നെ നന്നാക്കി പോകും. ആ അത് കിട്ടിയല്ല. ഇപ്പം ഇവിടെ ആരാ കിടക്കണേ പോയി കഴിഞ്ഞാൽ? പായ്ക്ക് വാ വേണം, തലവണയ്ക്ക് തലവണ വേണം, ഇതൊക്കെ കൂടാതെ അവിടെ വീനായിട്ട് ചെരുപ്പാണ്. ഇവീനാടെ ചെരുപ്പാണോ? ഇവീനാടെ ചെരുപ്പാണോ അവിടെ വെച്ചേക്കണേ? അവിടെ ചെരുപ്പാണ്. ഇപ്പോൾ ഇങ്ങനെ പിടിച്ചോട്ട് കുറേ ചെല്ലുമ്പോഴത്തേനും മടുക്കും. ആ അതാണ് കുഴപ്പം. ആണോ? എന്നാ വണ്ടിയും കൂടെ വരാൻ പറ. മേലേ എന്നാ വണ്ടിയും കൂടെ വരാൻ പറ. അതേ സമയത്ത് ഈ വണ്ടിയിലോട്ട് വെച്ചോണ്ട് ഇത് കേട്ടങ്ങനെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല, ആ എളുപ്പമുണ്ട്. എന്നാ വണ്ടിയും കൂടെ വരാൻ പറ. പിന്നെ എന്നാൽ ആരാ കൊണ്ടുപോകാൻ വിളിക്കും? ആ മക്കളുണ്ടെന്നല്ല പറഞ്ഞേ. ഏ മക്കളവിടെ ഉണ്ടെന്നല്ല പറഞ്ഞേ. ആരാ? മക്കളുണ്ടെന്നല്ലേ പറഞ്ഞേ. മക്കളോ? ആ മക്കളവിടെ ഇല്ലേ? ഇല്ലേ? ഓരോരുത്തർ ഓരോ കാര്യത്തിനൊക്കെ പോയിരിക്കാം. ആ പിന്നെ ഇപ്പം എന്നാ ചെയ്യണേ? എന്നാൽ നടന്നുകൊണ്ട് പോക്കേ പറ്റുള്ളൂ. ഒരു വരണ്ട ഈ വരണ്ടേ? ആ എന്നാ വരുമ്പോഴത്തേന് കിട്ടിയാൽ പോരെ. വരുമ്പോഴത്തേനെ അവർ വരുമ്പോഴത്തേന് പോയി കിട്ടിയാൽ പോരെ. അവർ വരുമ്പോഴത്തേന് പോയി കിട്ടിയാൽ പോരെ. എപ്പോഴാ കെട്ടണോ? കിട്ടി അവരെ വരുമ്പോഴത്തേനും കെട്ടിയാൽ പോരേന്ന്. എവിടെയാ കൊണ്ടുപോകാൻ വരുമ്പോഴത്തേനും കെട്ടിയാ വെച്ചാൽ പോരാന്നാ ചോദിച്ചേ. കൊണ്ടുക്കാലായില്ലോ? കൊണ്ടുക്കാലായിലല്ല, കൊണ്ടുപോകാൻ വരുമ്പോഴത്തേനേ കെട്ടി വെച്ചാൽ പോരേന്നാ ചോദിച്ചേ. ഇപ്പം കെട്ടി വെക്കണമെന്നാ ചോദിച്ചേ. പഴിപ്പിക്കാനോ? പഴിപ്പിക്കാനാ? അതിന് ചക്കപ്പഴമാണോ? ചക്കയാണോ പഴിപ്പിക്കാൻ? ചക്കയോ? ആ ചക്ക അത് ഇതിനകത്ത് അത് കൊണ്ടുവന്നില്ലേ, ആ കൊണ്ടുവന്ന് വെക്കണം. ആണോ? അതൊക്കെ വണ്ടിയെ വെച്ചോ അല്ല എന്നത്തെ വെച്ചെങ്കിലും കൊണ്ടുപോകണം. ഞാൻ കഴിപ്പിച്ചാണോ? കൈപ്പിടിച്ചാണോ അവിടെ? നടന്നു പോവാണോ? ഇത് ഇവിടെ കൊണ്ടുപോകാൻ പറ്റിയാലേ. ഇത് പെട്ടിക്കാത്തോട്ട് പോവാ. ആ ഭയങ്കര കന. ഇതിനോ? ആ ഇത് കൊണ്ടുപോകാൻ. ആണോ? അത് വസ്ത്രമല്ലേ? അതിനകത്ത് വസ്ത്രമാണോ? നയിച്ചു നോക്കി. അതിനകത്ത് വസ്ത്രമൊന്നുമില്ല. പിള്ളേരാരെങ്കിലും വരുമ്പോൾ അവരോട് വണ്ടിയും കൊണ്ട് വന്ന് കൊണ്ടുപോകാൻ പറയും. പിള്ളേരാരാ ഉള്ളതിന്? വിളിച്ചോണ്ട് വന്നു. പിള്ളേരാരും ഇല്ലല്ലോ. എന്നാലും വല്ലതും നടക്കോളും. പിള്ളേരവിടെ ആരും ഇല്ലല്ലോ. ഉപയോഗിക്കാനും പറ്റുമോ? അല്ല അങ്ങോട്ട് ഇങ്ങോട്ടിട്ട് തട്ടോ ഒന്നിനും കൊള്ളിയല്ലോ. ഇതൊക്കെ വെട്ടിക്കാത്തോട്ട് പോകട്ടെ. പെട്ടിക്കകത്തൊക്കെ വേണം. ചുറ്റും പിന്നെ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് പിള്ളേരെ കൊണ്ട് വന്ന വണ്ടി കത്ത് വെച്ചോണ്ടൊക്കെ പോകും. ആണോ? ആരാ? വിവാനാണോ വണ്ടി കൊണ്ട് തന്നെ? വിവാനാണോ വണ്ടി കൊണ്ട് തന്നെ? ആരാണോ? ഇത് വെച്ചില്ല. അതൊക്കെ എന്നാ? അതൊക്കെ എന്നാ? കട്ടിലേ വെച്ച് കിടക്കണം. ഞാൻ കൊണ്ടുപോയാൽ മതി. അതിനാ സാധനം? എൻ്റെ ചട്ടയാ. ചട്ടയാണോ? ചട്ടയൊക്കെ പ്ലാസ്റ്റിക് കൂടി കുഞ്ഞിട്ട് വെച്ചേക്കുവാണ്. എന്നാ? പെട്ടിക്കകത്ത് വെക്കേണ്ടതല്ലേ ചട്ടയൊക്കെ? ചട്ടയൊക്കെ പെട്ടിക്കകത്തല്ലേ വെക്കണേ? പെട്ടിക്കകത്ത്? ആ എന്നത്? ചട്ടയൊക്കെ? ചട്ടയോ? ആ അതൊക്കെ അവിടെ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോകണേ. ആണോ? വീട്ടിൽ. ആ വേറെ വല്ലതും ഉണ്ടോ? വേറെ ഇല്ലല്ലേ? ഇതിപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ തന്നെ ഉള്ളു എനിക്ക്. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇവിടെ ഉള്ളതൊക്കെ തന്നെ ഉള്ളൂ. കട്ടിലൊക്കെ എടുത്തോണ്ട് പോകും. ആരാ വരുന്നേ കൊണ്ടുപോകാൻ? നാളത്തെ കഴിഞ്ഞാൽ പിള്ളേരെ ആരെങ്കിലും വണ്ടിയെ കൊണ്ടുപോകണം. ഇതൊക്കെ പറ്റുകൊണ്ട് വീട്ടോട്ട് പോകണം. എന്നിട്ട് കഴി ഉണങ്ങി വേണം. കട്ടിലോ? എനിക്ക് കിടക്കാൻ പറ്റുമോ? എത്ര നാളായി. രോമോനൊന്നും വരികയില്ലെന്നാ പറഞ്ഞേ. കാക്കയല്ല
വന്നിരിക്കണ ഇരിപ്പ് തീറ്റ പൊടിക്കപ്പ മുഴുവനും കൊത്തി പറിച്ച് കളയാം. കാക്കയാ കാര്യങ്ങളെ കൊണ്ട് അടുപ്പാ. കാക്കയെ കൊണ്ട് ശല്യാന്നേ. കാക്ക വന്നാൽ കപ്പയെല്ലാം പൊടിച്ച് തിന്നു. എങ്ങനെയാ പോണേ? ഇതൊക്കെ പോകേണ്ടതൊക്കെ കൊത്തുമായിട്ടാണ് പിള്ളേർ കൊണ്ടുപോകും. ആണോ? അവർക്കതിനൊന്നും കുഴപ്പമില്ല. ആണോ? അവരാരാ വരുന്നേ? അതെന്നാ സാധനം? അതെന്നാ സാധനം അത്? അതെന്നാ സാധനം? മൊബൈലോ? അതെന്നാ സാധനമാണ് ആയിരിക്കുന്നത്? ആയിരിക്കുന്നത് എന്നാന്ന് അത്? ആ കൂടിനടിയിരിക്കുന്നത്. ആ അതിൻ്റെ അടിയിരിക്കുന്ന എന്നാക്കിയ? അതിൻ്റെ അടിയിരിക്കുന്ന സാധനം, അതിൻ്റെ അടിവശത്തിരിക്കുന്നേ. ആ അടിയിലിരിക്കുന്നതല്ലേ സാധനം? ആ ഏത്? അതിനത് യുവാൻ്റെയോ? ആരുടെ? ആരുടെയാ? ആരുടെയാ അത്? യുവാൻ്റെ ആണോ? ചെറുക്കന്മാരെ ആണോ? അവരുണ്ടെങ്കിൽ അവിടെ വല്ല വായിട്ടാണ്. ആ നോക്കാനാ. അത് തന്നെ, അവർ നോക്കാനാ. ഞാനാ നോക്കണേ? ഈ ഫോട്ടോ എല്ലാം എടുത്തോണ്ട് പോണോ വീട്ടിലേക്ക്? ആ നീ ഇവിടെ ഒന്നും വെച്ചേക്കേണ്ട കാര്യമില്ല. അതിനാ? അതൊക്കെ വീട്ടിരുന്നോട്ടെ. ഇവിടെ ഒന്നും വെച്ചേക്കാനും ഇല്ല. അതിനാ? ഈ പെട്ടിയൊക്കെ കൊണ്ടുപോകണം. അതൊക്കെ ഇവിടെ ഇരുന്നോട്ടെന്നേ. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. എന്തിനാ കൊണ്ടുപോണേ? ഇതിൻ്റെ പുറത്തുകൊണ്ട് വീട്ട് വരിക്കാതിരിക്കുക കിടക്കാൻ പറ്റിയ. ആ അത് പറ്റിയല്ല. വിരിപ്പെടുത്ത് പോഞ്ഞ് കിട്ടി വെച്ചേക്കോല്ലേ പിന്നെ എങ്ങനെയാ? പിള്ളേരാരും ഇല്ലാത്തതുകൊണ്ട് പോകണം. ആ കൂട്ടം കൊണ്ട് പോകാൻ. പോകാനാ? പിള്ളേർ വന്നിട്ട് പോയാൽ മതി നീ. പിള്ളേർ വന്നിട്ട് പോയാൽ പോരെ? പിള്ളേർ വന്നിട്ട് പോയാൽ പോരെ? പിള്ളേർ വന്നവരെ നിൽക്കണം. ആ പിന്നെ പിള്ളേർ വന്നവരെ നിൽക്കണം. വീട്ടിൽ പോയി വെള്ളമൊക്കെ കുടിക്കണം, വെള്ളം ചൂടാക്കണം, കുളിക്കണം, ആ പല കാര്യങ്ങളും. അതിന് വെള്ളം ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ വെള്ളം ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെ എന്തെല്ലാം കാണും. ആ അതല്ലേ വേണ്ടത്. വീട്ടുകാരും വേറെ ആരും ഇല്ലാതെ പോകുന്നത്. വീട്ടിലാളോ? വീട്ടിലാളില്ലേ? വീട്ടിലാരും ഇല്ലേ? വീട്ടിലാരും ഇല്ലേ വേറെ? വീട്ടിലാരും ഇല്ലല്ലേ? എല്ലാവരും ഇവിടെ പോയി. ഓരോരുത്തരുടെ ഓരോരുത്തർക്ക് പോയി. ആണോ? പഠിത്തമൊക്കെ ഇല്ലേ? പഠിത്തമുണ്ടോ? പഠിക്കാൻ പോയല്ലേ? സ്കൂളിൽ പോയായിരിക്കും. ആ ആ അവിടെ ഇരിപ്പുണ്ട്. അവിടെ മീൻ വെട്ടുക. മീൻ വെട്ടുക. കൂടുന്നുണ്ടോ മീൻ വെട്ടാൻ? ആ മീൻ വെട്ടാൻ കൂടുന്നുണ്ടോ? ഇന്നലെയാണ് ഒന്നും മാറില്ല. അതിനാ പറ്റിയേ? ഒരു സൗകര്യമില്ല. അതിന് ഇന്നലെ എന്നാ പറ്റിയേ? എന്നാ പോകുന്നില്ലേ? പോകുന്നില്ലേന്ന്? പോകില്ലേ? ഇങ്ങനെ നിൽക്കുന്നേ? പിള്ളേരൊക്കെ നോക്കിയിരുന്ന് ചിരിക്കുക. ആ പിള്ളേരൊക്കെ നോക്കിയിട്ട് ചിരിക്കുക. രണ്ട് പെണ്ണുങ്ങളും രണ്ട് ആണുങ്ങളും. രണ്ട് പെണ്ണുങ്ങളും രണ്ട് ആണുങ്ങളും. മക്കളുടെ മക്കളും. ആ മക്കളുടെ മക്കളുമാണ്. എൻ്റെ ആണോ? അത് ഏത് മകനാ? അവരെൻ്റെ മക്കളോ? അതേതാ? ഏത് മകനാ അത്? ഏത് മകനാണത്? മകനോ? ആ അവരവരെ കണ്ടില്ലേ? ആ അത് ആരൊക്കെയാണെന്ന് ചോദിച്ചേ? അത് ആരൊക്കെയാണെന്ന് ചോദിച്ചേ? ഏത് മക്കളാണെന്ന് ചോദിച്ചേ? അത് ഇരിക്കുന്ന ടോമി, സാഹു, ജോമോൻ, ഇവാൻ, ആ ഇവർക്കാണോ ഇരിക്കുന്നത്? ഇതിലേക്കുള്ളവരാ ഈ ഇരിക്കുന്നോ? അവരൊന്ന്, രണ്ട്, മൂന്ന്, 4 പേര് ആണുങ്ങളുണ്ട്. 4 ആണുങ്ങളൊന്നുമില്ല. 2 ആണ് 2 പെണ്ണു വന്നാ മുമ്പേ പറഞ്ഞേ. 2 ആണ് 2 പെണ്ണു വന്നല്ലേ പറഞ്ഞേ? ആണ് 2 പെണ്ണു എന്നാ പറഞ്ഞേ.
എന്നാലും എവിടെ പോവാ? ഈ കൂടൊക്കെ പിടിച്ച് എവിടെ പോവാ? ഇത് വീട്ടിലോട്ട് പോകില്ലേ? നമ്മുടെ വീട് ഇതല്ലേ? ഇവിടെ ആരാ കിടക്കാൻ പോകും? ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ഈ ഞങ്ങളെന്ന് പറയാൻ ആരൊക്കെയുള്ള? രണ്ടുപേരുണ്ടെങ്കിലേ ഞങ്ങളാവുള്ളൂ. രണ്ടുപേര് കൂടുതലുണ്ടെങ്കിലും ഞങ്ങളാവുള്ളൂ. ഒരാൾ മാത്രം ഞാനെന്നാ പറയേണ്ടത്. നിങ്ങൾ വേറെ വീട് വഴിയല്ലേ പോകണം? നിങ്ങൾ വീട് വേറെ ഞങ്ങളുടെ വീട് ഇതാ. വീട് വഴി ഞങ്ങൾ ഇവിടെയാ താമസിക്കുന്നത്. ഏലിക്കുട്ടി അമ്മയുടെ കൂടെയാ താമസിക്കുന്നത്. ഞാനിവിടെ താമസിക്കല്ലേ എന്ന് താമസിക്കല്ലേ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ഏത് വീടാ? അമ്മയുടെ വീടിന്റെ പേര് പറഞ്ഞേ. അരയത്ത് കുത്തമ്പ. ആ എന്നാ ഇന്ന് പോയിട്ട് വാട്ടാ. അരയത്ത് പുത്തമ്പരെ ഉള്ളവരൊക്കെ ആരെങ്കിലും വന്ന് അമ്മേനെ ഒന്ന് കൊണ്ടുപോകോ? ഏലിക്കുട്ടിയമ്മ ഞങ്ങളുടെ കൂടെ നിന്ന് മടുത്തേ. നീ ഞാൻ നാലുപാടൊന്നും അടയ്ക്കാതെ നീ എന്റെ വീട്ടിലാണ്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മളോടും ഇവിടെ ഓടി നടക്കണല്ലോ. അമ്മയുടെ ഇഷ്ടം. അമ്മ എവിടാന്ന് വെച്ച പോക്കോ കേട്ടോ. അരയത്ത് പുത്തമ്പുരയിലോ എത്ര പേർക്ക് വേണേലും എനിക്ക് ഞങ്ങൾ വല്ലതും ചെയ്തിട്ടാണോ പോണത്? ഞങ്ങൾ വല്ലതും ചെയ്തിട്ടാണോ പോണത്? ഭക്ഷണം തരാതെയോ അല്ല ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്തിട്ടാണോ ഇവിടുന്ന് പോണത്? നാട്ടുകാർ വല്ലതും പറയല്ലേ ഇവിടുന്ന് പോയി കഴിഞ്ഞു ഞങ്ങൾ വല്ലതും ചെയ്തിട്ടാന്ന്? ഭക്ഷണവും കൊടുക്കല, അതിനെ നോക്കിയാല എന്നിട്ടാന്ന് മൂല ഒഴുകിയാ പോവോ? പോയാല അത് പോട്ടെ. ഇന്ന് മൂല ഒഴുകുന്നുണ്ട്. ഏലിക്കുട്ടിക്ക് തരാനാ. ചക്കയുണ്ടോ? ആ ഉണ്ട്. ഇത് പോകണ്ട കേട്ടോ. നാളെ പോകാം. നാളെ പോകാം. അമ്മയുടെ വീട്ടില് മൂല പുഴുങ്ങി ഇന്ന് തിന്നുവാ നമ്മള്. എന്നിട്ട് നാളെ പോകാം. നാളെ പോയാ പറ്റിയല്ല. ആ മൂല പുഴുങ്ങി തിന്നണ്ട. അവിടെ ആരാ മൂലയൊക്കെ ഉണ്ടാക്കി തരാനിരിക്കുന്നത്? അവിടെ ആരും തരും? അവിടെ ആരും ഇല്ലെന്നേ. മൂലയൊന്നും പുഴുങ്ങി തരാൻ അമ്മയ്ക്ക് അവിടെ ആരും ഇല്ല. ഇവിടെ ഉള്ളു ആൾക്കാരൊക്കെ. അതുകൊണ്ട് ഇവിടെ തിന്നാ മതി കേട്ടോ. അത് അവരവരൊക്കെ ചെയ്യും. അവിടെ ഉള്ളവരൊക്കെ ചെയ്യും. അവർക്ക് അവരുടെ കാര്യം നോക്കാനേ നേരമുള്ളൂ. അമ്മേനെ നോക്കാനൊന്നും നേരെ ഒന്നുമില്ല. അവിടെ അരയത്ത് പുത്തമ്പുരയിലൊന്നും പോകണ്ട. അവിടെ ആരാ ഉള്ളത്? അവിടെയൊക്കെ പോകണ്ട. നമുക്കിന്ന് മൂല പുഴുങ്ങി തിന്നാം. ഇന്ന് മൂല പുഴുങ്ങി തിന്നാം. പോകണ്ടേ? എന്നാ പറയുന്ന? അപ്പൊ മൂല കണ്ടപ്പോ ആള് മാറി. അമ്മ ചെയ്യൊന്നും വേണ്ട. അമ്മ ഇവിടെ തിന്നാ മതി. എല്ലാരും തിന്നോളും ചെയ്യും. ആ തിന്നോളും ചെയ്യും. മൂലയുടെ ഇല കണ്ടപ്പോഴേ അമ്മ പോണ പോക്ക് നിർത്തി. മൂലക്കാഴി തന്നെയാണേ. ആ അത് ഇവിടുത്തെ പട്ടിയാ. അമ്മ ഇന്നലെ കഴിഞ്ഞ ദിവസം ടിവിയിൽ അതിനെ കണ്ടപ്പോ പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ വീട്ടിലെ പട്ടീനെ പോലെ തന്നെ ഇരിക്കുന്നത്. അത് അതുപോലെ ചാട്ടോ മോട്ടോ എല്ലാം അതുപോലെയാണ്. അയ്യേ ആനയൊന്നും അല്ലത്. കുഞ്ഞല്ലേ, ഭയങ്കര കാവൽക്കാരനല്ലേ. എലിക്കുട്ടിയിലെ ഒരു കാര്യം. തുണിയൊക്കെ എടുത്തോണ്ട് പോവായിരുന്നല്ലോ അമ്മ കണ്ടപ്പോ കൂടൊക്കെ ആയിട്ട്. തുണിയില്ല, ബെഡ്ഷീറ്റ്, ബെഡ് ഇത് തലേണ പൊഞ്ഞി കെട്ടി വെച്ചു. പിന്നെ കൂട് കൊടുത്തു. എന്നാ പോക്ക് നിർത്തിക്കോ. മൂല ഉണ്ടാക്കും. ഇപ്പൊ മൂല ഉണ്ടാക്കാൻ പോവാ. പോക്ക് നിർത്തിക്കോ. ചക്കപ്പഴം ഉണ്ട്. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. എന്നാ ഉണ്ടാക്കി തിന്നേക്കാം. ആ എന്നാ പോകണ്ട. കൂടൊക്കെ കൊണ്ട് വെക്ക്. ഇരുന്നിടത്ത് കൂടൊക്കെ ഇരുന്നിടത്ത് കൊണ്ട് വെച്ചോ. കൂടെ കയ്യിലിരിക്കുന്ന കൂടെ ഇരിക്കുന്നിടത്ത് കൊണ്ട് വെക്കാൻ. അല്ലെ സാബുമോന്റെ വീട്ടിൽ പോണോ? എലിക്കുട്ടി കൂടൊക്കെ ഇരുന്നിടത്ത് കൊണ്ട് വെക്കാൻ. ഇതിനകത്തൊക്കെ പണിയെടുക്കാൻ ആര്? ഇത് കൂട്ടും. അതിന് പത്രം ഒന്നും കൊണ്ടുപോകാനില്ലല്ലോ. ഇനിയിപ്പോൾ കൊണ്ടുപോകുന്നില്ലല്ലോ, പോകുന്നില്ലല്ലോ. ഇപ്പം നാളെയല്ലേ പോകണുള്ളൂ. ഈ തുണി മാത്രമേ ഉള്ളൂ.
ഇരിക്കുന്നതും ആ എത്രയും തന്നെടുത്തോട്ട് അല്ലാതെ ഒന്നും ഉപയോഗിക്കാൻ കൊള്ളാവുന്നില്ല പിന്നെ അതെല്ലാം കത്തിച്ച് കളയാം. ഉണ്ടായി വരാം. ആ അതിലും ഉണ്ടായി തന്നെ നമുക്ക് കത്തിച്ച് കളഞ്ഞേക്കാം. ഇങ്ങനെ ആക്കണമെങ്കിൽ നല്ല പണി പറയാം. അതാ വേറെ ആരാ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നേ. ആരാ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആരാ ഞങ്ങളൊക്കെ ഉണ്ടെന്നേ. നിങ്ങളുള്ളോട്ടല്ലേ അതിനാ എല്ലാം ഉണ്ടാക്കി തരുമോ എനിക്ക്? പിന്നെ ആരാ ഉണ്ടാക്കി തന്നെ? പണം തരുമോ? പിന്നെ ആരാ വരുന്നത് പണിത് തരുന്നേ? കോപ്പ് തരും. ആ ഒന്നും തരികയല്ലേ. എന്തെല്ലാം അറിയാവുന്ന ഞാൻ എൻ്റെ എല്ലാം എല്ലാവരും ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത് ആണോ? ചെയ്യുന്നതും തന്നതും ഒക്കെ ആ ആത്മാർത്ഥത എങ്ങനെയാണ് ആ അവരൊന്നും ചെയ്യലല്ലേ. എന്തുകൊണ്ടെന്തെല്ലാം തരത്തിക്കൂടെ ഉം. വല്ല ഒന്ന് പുറത്തുനിന്ന് വല്ലവരും പറയുമ്പോൾ പറയും. ബെഡ്ഷീറ്റൊക്കെ മടക്കി എടുത്തോ? ഉം. ബെഡ്ഷീറ്റൊക്കെ ഇങ്ങോട്ട് ഇട്ടേ. ഈ ബെഡേലേ ഷീറ്റിട്. എന്താണ് ഇതേ കിടന്ന ഷീറ്റ് എന്ത് ചെയ്യും? അതിനകത്താ ഈ കട്ടിലേ കിടന്നത് ഒന്നും ചെയ്യിച്ചില്ല. ഉണ്ടല്ലേ, ഞാൻ ഇട്ടതല്ലേ. തലേണയൊക്കെ എന്ത് ചെയ്യും? അതൊന്നുമില്ല. അതാ കൂടിനകത്തുള്ളത് തന്നെ ഒന്ന് കാണിച്ചേ. ആ കൂടിനകത്ത് എന്നാന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ഇന്നലെ ഇട്ട ബെഡ്ഷീറ്റൊക്കെ അതൊക്കെ ഇവിടെ കൊണ്ട് വെച്ചോ മോനെ. ഞാൻ നേരത്തെ ഇത് ഇന്ന് ഇത് ആ അതെ. ഇതെന്താ ഇവിടെ ഒളിച്ചു പാത്തും വെച്ചുള്ള കളിയാണ് നടക്കണത് മുഴുവൻ? ഇതെല്ലാം ഒളിച്ചു പാത്തുള്ള കളിയാണല്ലോ ഇവിടെ. എന്തായാലും കുട്ടി അത് പെട്ടിക്കകത്ത് ഒടിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് പെട്ടിയോടെ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചാൽ മതി. ശരി ഇങ്ങോട്ട് ഏറ്റേ. ഞാനിത് വിരിച്ചിടട്ടെ. എനിക്കൊന്ന് കിടക്കണം വല്ലയിടത്തും ഇച്ചിരി നേരം. കൊണ്ടുപോണേ പൊക്കോ. ഇപ്പൊ പോണില്ലെന്ന് ഫോണില്ലെന്ന് മൂലയുടെ ഇല കണ്ടപ്പോ പോക്ക് മാറ്റി. കുട്ടി ഞാൻ എന്തായാലും പാട് കേട്ടിട്ടാ പുറത്തുനിന്ന് അതിനകത്ത് കയറ്റി വെച്ചത്. അത് ശരിയായിരിക്കും. ചെത്തിയും പെരട്ടിയും വെട്ടിയും പെരട്ടി ഉണക്കിയൊക്കെ എടുത്ത് ചെത്തിയും പിറക്കാൻ അവിടെ എന്നാ ദാരിദ്ര്യം കൂടാതെ മീനാണോ ചെത്തിയും പിറക്കാൻ? മീനാണോ അത് ചെത്തിയും പിറക്കാൻ? പിന്നെ മീനാണോ അത്? മീനിന്റെ പുറത്താണ് എല്ലാരും തല വെച്ച് കിടക്കണത്. ഇത് മീനാണോ? ഇത് മീൻ അതാ ചെടിയോ വല്ലാണോ? മീനൊന്നുമല്ല. പിന്നെ ചെടിയാണോ ചെത്തിയും പിറക്കണത്? ഇനി ഇതെടുത്തോണ്ട് പോയ അടി മേടിക്കും കേട്ടാ. എനിക്ക് ദേഷ്യമൊക്കെ വരും. എലിക്കുട്ടിയുടെ പറഞ്ഞേ ഞാൻ വിരിച്ചിട്ടിരിക്കുന്നതെല്ലാം എടുത്തുകൊണ്ട് വെച്ച് പോയി അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദേഷ്യം വരികയല്ലേ. എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. എനിക്ക് മേല. എന്റെ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഞാനല്ലേ ഇതെല്ലാം വിരിച്ചിടുന്ന ഇവിടെ. ഞാൻ എനിക്ക് എന്നെ പറ്റാവുന്ന പോലെ അവർ ഓരോന്നും ചെയ്യുള്ളൂ. ആരെയും ശരീരത്തിനും ആരോട് വരയ്ക്കാനും പോയി എന്നിട്ടാണ് ഇതിങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. വായിരിക്കുന്ന കേൾക്കാൻ എനിക്ക് പറ്റിയല്ല. ഞാൻ ഇവിടുന്ന് പോയേക്കാം. ഞാൻ പോയേക്കാം. ആര് പോവോ? നിനക്ക് പേടിച്ച് പണിയില്ലേ? അതുകൊണ്ട് പോകരുത്. അതുകൊണ്ട് പോകരുത് അല്ലെന്നേ. അവിടെ പണിയില്ലേ? ഇനി അവിടെയല്ല. ഇതാ എന്റെ വീട്. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതല്ലേ. ഇനി അവിടെ അവകാശമൊന്നുമില്ല. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കെട്ടി വീട്ടിലെ അവകാശം. പെണ്ണുങ്ങളുടെ വീട്ടിലൊന്നും അവകാശമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പോക്കില്ല. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? എന്തിനാ പോണത്? ഇവിടെ നിന്ന് എല്ലാവരെയും വിളിച്ചു പറഞ്ഞെല്ലാം കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ എനിക്ക് നേരമുണ്ടോ? പിന്നെ എന്നാ പണിയാൻ പോവാ. അപ്പം ഞാൻ വീട്ടിൽ പോയിരിക്കണം എന്നാണ് അമ്മ പറയണേ. ഇപ്പൊ അമ്മേനെ ആരാ നോക്കണേ? ഹോം നേഴ്സിനെ കൊണ്ടുവരുമോന്ന് ചോദിച്ചേ രോമോനോട്. ഹോം നേഴ്സിനെ കൊണ്ടുവരുമോന്ന് ചോദിച്ചേ. തോമാച്ചനെ അല്ല, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടേ ആളെ കൊണ്ടുവരുമോന്ന് ചോദിച്ചേ. അമ്മേനെ കുളിപ്പിക്കാനും അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനൊക്കെ ആയിട്ടേ ആളെ കൊണ്ടുവരുമോന്ന് ചോദിച്ചേ. ഞാൻ കുളിക്കിട്ടൊക്കെ ഞാൻ തന്നെയല്ല. ആണോ? അമ്മ കുളിക്കും, അമ്മ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. പിന്നെ നീ ആളെ കൊണ്ടുവരുന്നല്ലേ? ഞാൻ ആരോടും ഒരു കാര്യം ആരെക്കൊണ്ടും ഞാൻ ചെയ്യിച്ച് വിഷമിപ്പിക്കുക. അവർക്ക് നിരാശയും പരാതിയും കൂടാതിരിക്കാം. പിന്നെ ആൺകൊച്ചുങ്ങൾക്കോട് പറയും അവരെടുക്കാവുന്ന എന്തെങ്കിലുമൊക്കെ എന്നെ ചിലപ്പോൾ ഇന്ന ചെയ്യുക എന്നു പറയും. അന്നേരം അവരത് ചെയ്യുകയും ചെയ്യും. നിനക്ക് വല്ലതും പറയാനുണ്ടോടാ അമ്മച്ചിയോട്? അവർക്ക് ദേഷ്യമില്ല രക്ഷയില്ല ഒന്നും.
എലിക്കുട്ടി കിടക്ക്, ഞാനിവിടെ കിടക്കട്ടെ. എനിക്ക് അപ്പടി ക്ഷീണ കിടക്കണം. ഇനി ചെന്നിട്ട് ഒരറ്റം മുതൽ എനിക്ക് അവിടെ പണിയുണ്ട്. ആണല്ലേ? അകത്തു അത്രയും പണിയുള്ള ആൾ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അവിടെ അത്രയും പണിയുള്ളപ്പോ ആ പണിയെല്ലാം ഇട്ടേച്ച് എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ആ പണിയൊക്കെ അവിടെ ഇട്ടേച്ച് വന്നാൽ മതി. അത് അന്നൊന്ന് ചെയ്ത് എടുക്കണ്ടേ? എന്നിട്ട് പിന്നെ അമ്മ അവിടെ ഇരുന്നാ പോരെ? നീ 2 സ്ഥലത്തോട്ട് കിടന്ന് പണിയെടുക്കാനായിട്ട് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ കളിച്ചാൽ ചെന്നാൽ പിന്നെ ഞാൻ എവിടെയാ പോണേ? ഇവിടെ എന്നാ ഇവിടെ ഉള്ളവർ ചെയ്യട്ടെ എന്നങ്ങ് വിചാരിച്ചേക്കണം. എല്ലാരും ചെയ്തിട്ട് നോക്കി ഇരുന്നാ ഇവിടെ ആരാ ഉള്ളത്? അതാ പറഞ്ഞേ. ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ആരും ഒത്ത കാര്യം ഇല്ലാത്തോണ്ടാ ഞാനില്ലേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കും. ആണല്ലേ? ഞാനിവിടെ ഉള്ളപ്പോഴായാലും അങ്ങനെയാ, വീട്ടിലുള്ളപ്പോഴായാലും ഒക്കെ ഞാനാ ചെയ്യണം. ഞാൻ ആരെ കൊണ്ടൊന്നും കുത്തിക്കുട്ടിയല്ലേ മെനക്കായിടുകയും ചെയ്യും. ഞാൻ കിടക്കട്ടെ? എനിക്ക് നിർബന്ധം. ഞാനേ കിടക്കട്ടെ, എനിക്ക് തൂങ്ങിയിരിക്കുക. അന്ന് കിടക്കട്ടെ. ക്ഷീണം. എനിക്കത്തില്ല, ഞാൻ വീട്ടിലോട്ട് പോവാം. അല്ല, ഇവിടെ കയറി കിടക്കും. ഇവിടെ കയറി കിടക്കും. കിടക്കാനോ? ആര്? ഞാൻ. ചെളിയെല്ലാം പറ്റിക്കരുത്. പൊടിയും ചെളിയൊന്നും പറ്റിക്കരുത്. മെനവൃത്തിക്കാരി. അലക്കാരനെ പറ്റിയ സമയമില്ല, വീട്ടിൽ പോകാനുള്ള. നമ്മ ഇവിടെ കിടന്നോ, ഞാൻ ഇവിടെ കിടക്കാം. ഇവിടെ അറ്റം മുതൽ ഞാനിനി എനിക്ക് വീട്ടിൽ പണിയുണ്ട്. ദിവാനെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടോടാ. സാധനങ്ങൾ ചെയ്യാം. ആ വഴി അവിടം വരെ കൊണ്ടുപോയോ മോനെ? എന്നിട്ട് എങ്ങോട്ടാ പോകേണ്ടത് ജോലി? പൊക്കോ. ഇനി ഇപ്പൊ പോയി ആഗ്രഹം തീർത്തിട്ട് വന്നാ മതി കേട്ടാ. ഒരു ദിവസത്തേക്ക് ഇടാനുള്ള നൈറ്റി ഒരു പുതപ്പും ഉണ്ട് അതിനകത്ത്. അത് ഇഷ്ടമില്ലാത്ത നൈറ്റിയാ മകള് കൊണ്ട കൊടുത്ത ഒരു കളറുള്ള നൈറ്റി. അത് എന്റെ കട്ടിലോട്ട് കയറാം. പക്ഷെ അത് ഇട്ടാ നല്ല ഇണക്കവാ. പക്ഷെ അത് ഇടിയല്ല, കളർ വേറെയല്ലേ. വിവീനയുടെ ചെരുപ്പൊന്നും അല്ല, മറ്റേ പുതിയ ചെരുപ്പാണോ? വിവീനയുടെ ചെരുപ്പ് വിവീനായുണ്ട് ഈ സമയം. അവളുടെ സാധനങ്ങളും ഉണ്ട്. അവളാണ് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിന് ഗർഭിച്ച് അവിടെ ഇരിക്കുക, മിണ്ടുന്നു പോലും. അമ്മ അങ്ങോട്ടൊന്ന് ചെല്ലാൻ വരായിരുന്നു. അവളുടെ അടുത്തോട്ടൊന്ന് ചെല്ലാൻ വരായിരുന്നോ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഗർഭിച്ചിരിക്കുക, പിണക്കവാ. അവളങ്ങ് കോളേജിലാ. കോളേജില് പഠിക്കോ? വരാൻ പറ്റാത്തോണ്ട് 1 മാസമായില്ലേ, വരാൻ പറ്റാത്തോണ്ട് ഗർവാ. വന്നിട്ട് 1 മാസമായോ? പിന്നെ 1 മാസമൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയ സാധനമൊക്കെ തീർന്നു പോയി. എന്നെ കാണാൻ ആരും വരുന്നില്ല, എന്നെ ഇങ്ങോട്ട് വിടുന്നില്ല. എനിക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയാ. മിണ്ടുന്നില്ല ഫോൺ എടുത്തു കഴിയുമ്പോ. അത് അവക്ക് ചെലവൊക്കെ ചെലവായിപ്പോ തീർന്നു കഴിയുമ്പോ വിനയൊക്കെ കൊടുക്കും, സാധനങ്ങളെല്ലാം കൊടുക്കണം. കൊടുക്കണം. എലിക്കുട്ടിക്കൊന്നും കൊണ്ട് കൊടുക്കാൻ മേലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജീവിക്കാൻ. അല്ലാതെ വേറൊരു കൊടുക്കും. അവരെ കുഞ്ഞുങ്ങൾക്ക് കാരണവന്മാർക്കൊക്കെ കാരണവന്മാരും കുഞ്ഞുമക്കൾക്ക് കൊടുക്കും. അവക്കറിയാവുന്നതല്ലായിരുന്നോ അവളെ വിടുകയല്ലെന്നുള്ളവരെ? അപ്പൊ അന്നാ പറയണ്ടേ? പിന്നെ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ കാണിക്കുകയല്ല. അന്നേപ്പം ഞങ്ങൾ എങ്ങനെയാ പോണത്? പിന്നെ പൈസ കൊടുത്തിട്ടുണ്ട്, ആരെങ്കിലും വിട്ട് മേടിപ്പിക്കട്ടെ തീർന്ന സാധനമൊക്കെ. ആ പലഹാരങ്ങളോ അവിടെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ, ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തീർന്നു പോയത്. അവളെവിടെയാ? അവള് പഠിക്കേണ്ട എവിടെയാ? പത്തനംതിട്ടയില് പോണുണ്ടോ എലിക്കുട്ടി? പത്തനംതിട്ടയിലല്ലേ? എലിക്കുട്ടിക്ക് പോകാൻ പറ്റുമോ? അപ്പൊ അവിടുത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടുമ്പോ അത് അവിടുന്നല്ല മേടിക്കാൻ പറ്റും. അല്ല, എല്ലാ സാധനവും ഇവിടെ അവിടെയൊക്കെ കിട്ടും. ഞാനിന്ന് കിടക്കട്ടെ? നീ ഞാനിങ്ങനെ ചെയ്യും. അന്ന് അമ്മ അവിടെ ഇരിക്കേ, ഞാൻ പോവാ. അന്ന് അവനെ കൊണ്ടുപോകും. ഇല്ല, ആരോടെ പറ്റിക്കാന്ന് പറഞ്ഞു. അപ്പൊ പോട്ടാ വിമാനം അമ്മേനെ കൈ പിടിച്ച് കൊണ്ടോടാ. എങ്ങോട്ടാ കൊണ്ടോണെന്ന് ചോദിച്ചു. പോണ്ട എവിടെയാന്ന് ചോദിച്ചേ. എന്നാ കൊണ്ടോ. അവിടെ അവൻ വന്നിട്ട് അമ്മേനെ കൊണ്ടുപോകാനായിട്ട്. കൈ പിടിച്ചോടാ. എങ്ങോട്ടാ പോണ്ടെന്ന് ചോദിച്ചു. അത് വേണ്ടേ, അതിവിടെ കിടന്നോട്ടെ. അവിടെ കിടന്നാൽ വൈകിട്ട് കിടക്കാൻ വരാൻ പറ്റിയില്ല. എന്നാ അത് കൂടെ കൊണ്ടുപോകും. സമാധാനമായിട്ട് പോയി കിടക്കേണ്ടടുത്ത് പോയി കിടന്നുറങ്ങ്. ഇവിടെ വരെ പോകും നോക്കട്ടെ. മൂലയപ്പം ഉണ്ടാക്കണ്ടേ? മൂലയപ്പം ഉണ്ടാക്കണ്ടേ? മൂലേ ആരാ മൂല മുഴങ്ങണേ? മൂല പൂടയല്ല, മൂല. പൂടയല്ലെന്ന് മൂല. മൂലയപ്പം ഉണ്ടാക്കണ്ടേ? മൂലയപ്പം മൂല പുഴുങ്ങണ്ടേ? പുഴുങ്ങണം ഇന്ന്. അത് പോയാ തരാൻ പറ്റുമോ? കഴിച്ചിട്ടില്ല, കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിക്കാം. അത് പറ്റിയില്ല, അത് പറ്റത്തില്ല. പാഴ്സലില്ല, കഴിച്ചിട്ട് പോകാൻ പറ്റൂ. ചെന്ന് എടുത്തോണ്ട് പോവാം. അതുണ്ടാക്കിയില്ല, ഉണ്ടാക്കണ്ടേ? അതുണ്ടാക്കണം. ഉണ്ടാക്കണം. പിന്നെ എന്നാ ചെയ്യാനാ?
ഉണ്ടാക്കി കഴിച്ചിട്ട് പോയാൽ മതി. എന്നാ പിന്നെ മതി വെച്ചപ്പോൾ പോകാം. പിന്നെ നടക്കില്ല. പിന്നെ ഇങ്ങനെ കിട്ടുന്നേ? പിന്നെ ആരാ കൊണ്ട് തരുന്നേ? പിന്നെ ഇങ്ങോട്ട് വരവൊന്നും നടക്കില്ല. അവിടെ ചെല്ലുമ്പോഴത്തേനും തലയ്ക്ക് വെളിവില്ലാതെ വന്നു. അതിനാ തലയ്ക്ക് വെളിവില്ലാതെയോ? ഓർമ്മശക്തി കിട്ടുമോ? ഓർമ്മശക്തി പോകും. അതാ പറഞ്ഞ അവിടെ നിന്ന് ഇവിടെ നിന്ന് പോകണ്ടെന്ന്, അവിടെ ഇവിടെ നിന്നോളാൻ പറഞ്ഞേ. കണ്ടമാനൊക്കെ ഉള്ള ഉയർത്ത് കൊടുക്കാം. ആ അതല്ലേ പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങ് പോകണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ ആകുമ്പോൾ ഓർമ്മശക്തിയൊക്കെ നിന്നോളും. നമുക്ക് പോകാം. അവൻ പോരുന്നില്ലെന്നാ പറഞ്ഞേ. അധികം താമസിക്കാനൊന്നുമില്ലല്ലോ. കഴിച്ചിട്ട് പോവാ. ആ കഴിച്ചിട്ട് പോവാ. കഴിച്ചിട്ടോ? ആ എന്നതാ? മൂലിയപ്പം. മൂലിയപ്പോ? ആ അല്ല അത് പുഴുങ്ങിയിട്ടുണ്ടോ? കുറച്ച് കഴിയുമ്പോ പുഴുങ്ങും. അല്ല പുഴുങ്ങിയില്ലല്ലോ. ഇല്ല. പിന്നെ എങ്ങനെ കഴിക്കും? പിടിങ്ങിട്ട് കഴിക്കാന്നല്ല പറഞ്ഞേ. പിന്നെ കുറെ കൂടെ കഴിഞ്ഞിട്ടാ പോക്ക് നടക്കുള്ളൂ. ആ അതാ പറഞ്ഞേ. ഇവിടെ കളഞ്ഞിട്ട് പോയാൽ മതി. നീ മൂലയൊക്കെ തിന്നിട്ട് പോയാൽ മതി. പോക്കൊക്കെ കഴിഞ്ഞ് വന്നോ? പോക്കൊക്കെ കഴിഞ്ഞ് വന്നോന്ന്? പോക്കൊക്കെ കഴിഞ്ഞ് വന്നോ? ചോറ് പോയിട്ട് വന്നോന്ന്? ജോലിയോ? പോയിട്ട് വന്നോന്ന്? വീട്ടിൽ പോയിട്ട് വന്നോന്നാ ചോദിച്ചേ. വീട്ടിൽ പോയില്ലല്ലോ. അതിനാ നമ്മൾ കൊണ്ട് അറിയില്ലല്ലോ. അതിനിറങ്ങാൻ ഞാൻ പോവാന്ന് പറഞ്ഞ് പോയതല്ലേ. പോകാൻ ഒരുങ്ങനല്ല. ഇത് ഒരുങ്ങി കഴിഞ്ഞ സമയം രാത്രിയാവും. ഇപ്പൊ മൂല ഉണ്ടാക്കി തിന്നിട്ടാ പോണുള്ളത്. മൂല ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയല്ല. രാത്രി ആയിക്കോട്ടെ. മൂല ഞാൻ നാളെ ഉണ്ടാക്കുള്ളൂ. വീട്ടിൽ കിടക്കത്തില്ല. മൂല ഞാൻ നാളെ ഉണ്ടാക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കുവോ തീരുവൊക്കെ. അരിസം വന്നിട്ടാണ്. അരിസം വന്നു. ഞാനാ പറഞ്ഞിട്ട് അരിസം വന്നു. വീടായിട്ട് ചെരുപ്പാ. വിവീനയുടെ ചെരുപ്പാണ്. ലേനിക്കുട്ടിയുടെ വിവീനാടാണ് അവിടെ ഇറങ്ങുന്നത്. കൂടിനകത്ത് ഇരിപ്പുണ്ട്. 3-4 ജോഡി കൂടിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ വിവീനാടെ ചെരുപ്പ്. ഇത് അമ്മയുടെ ചെരുപ്പ്. ഏലിക്കുട്ടിയുടെ ചെരുപ്പ്. എന്തിനാ എല്ലാം കൊടുത്ത? അത് അവളുടെ ചെരുപ്പാ. ഒരേ ചെരുപ്പ് പ്രത്യേകമായിട്ടുള്ള ചെരുപ്പായത്. അവക്ക് കാലം കേറിയല്ല. അവക്ക് 9 ഇഞ്ച് വേണം. അമ്മയുടെ 7 ഇഞ്ചാ. കാലിന് നീട്ട കൂടുതലാ. റിമോട്ടെല്ലാം കൂടെ കൊണ്ട് കൂടി വെച്ചിട്ടുണ്ടേ. അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് പണ്ടി പിടിച്ചോണ്ടല്ലോ. അല്ല അപ്പൊ കാക്ക തിന്നുന്ന കാര്യം പറഞ്ഞായിരുന്നു. കപ്പയും അത് പശുവിന് കൊടുക്കാനുള്ളതാ. പച്ചക്കപ്പ എന്തോ പശുവിന് കൊടുക്കാനുള്ള. അത് കൊള്ളിയല്ലാത്ത. പശുവിന് കൊടുക്കാനേ കൊള്ളുള്ളൂ. പശുവിന് കൊടുക്കാനേ കൊള്ളുള്ളൂ. വേവിക്കാനാ കൊള്ളി. വേവിക്കാൻ കൊള്ളിയല്ല. കുറച്ച് നല്ലത് ഞാൻ എടുത്തു വേവിക്കാൻ. ഇപ്പോഴും വേയല്ലേ? ഇപ്പൊ വേഗമൊക്കെ ചെയ്യും. എല്ലാം പറ്റുന്നത് നല്ലതല്ല. നല്ലത് നോക്കി 5-6 ഞാൻ എടുത്തായിരുന്നു. നമുക്ക് ഉറങ്ങാം. നമുക്ക് ഉറങ്ങാം. ഉറങ്ങാനോ? ഉറങ്ങാനില്ല. വീട്ടിലേക്ക് പോവില്ല. അത് നമുക്ക് ഒന്ന് ഉറങ്ങിയിട്ട് പോവാം. ഒന്ന് മയങ്ങിയിട്ട് പോവാം. ഏറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. അത് സാരില്ല. അപ്പൊ പിന്നെ നാളെ പോകാം. കുമ്പളൊക്കെ ഉണ്ടാക്കി തിന്നു. കുമ്പളൊക്കെ ഉണ്ടാക്കി തിന്ന് നമുക്ക് മൂലയപ്പൊക്കെ ഉണ്ടാക്കി തിന്ന് പതുക്കെ നാളെയൊക്കെ വെയിലൊക്കെ ഉള്ളപ്പം പോകാം. നാളെയൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുമോ? പിന്നെ ഇവിടെ എന്നാ മലമറിക്കുന്ന പണിയിരിക്കുന്നത്? കപ്പയൊക്കെ അവിടെ പുറത്തുള്ള പണിപ്പുഴ ഇല്ലേ? കപ്പയോ? ആരിട്ടിരിക്കുന്നതാ? ജോമോനിട്ടിരിക്കുന്നതാ? അതൊക്കെ പറിച്ചു ജോമോനാണോ കപ്പ ഇട്ടിരിക്കുന്നത്? നേരിട്ടെടുത്ത് ഉണങ്ങുകയൊക്കെ ഈ ചെയ്യും. മഴക്കാലത്താ? ജോമോനാണോ കപ്പ ഇട്ടേ ചോദിച്ചേ? വേനൽക്കാലം ജോമാനുണ്ടല്ലോ. അങ്ങനെയൊന്നുമല്ല. പിന്നെ പൊതുവേ പൊതുവേ ഉള്ളതാണോ? പൊതുവെ എവിടെ ഇടുന്നു? ആർക്കും വേണേലും പോയി പറിച്ച് തിന്നാം. ആർക്കും വേണേലും ഇടാം. അങ്ങനെയാണോ? പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അപ്പനും അമ്മയും ഒക്കെ എല്ലാം എല്ലാവരും കൂടിയായിരുന്നു. ചെയ്തോണ്ടിരിക്കുന്നതാ. അല്ലാതെ ഒറ്റയ്ക്കല്ല. എന്തെല്ലാം ജോലി തീരുവോളൂ. തീരുള്ളൂ. അത് തന്നെ. അല്ലാതെ അതാണ് അവിടെ കുറച്ച് അത് ഞാനാ വെച്ചത്. കുഴപ്പമുണ്ടോ? പിള്ളേരും എടുത്തോണ്ട് പോയാൽ ആരെടുത്തോണ്ട് പോവാൻ? അത് ആർക്ക് വേണം? അത് അവളും എടുത്തോളൂ. ആര്? വിവീന? അതൊക്കെ ശരിയായി. അവക്കായിട്ട് തന്നെ അത് നല്ല ചെരുപ്പ്. അത് ഒത്തിരി നാളത്തിന് ഉപയോഗിക്കാം. അവിടെ കാല് കേറിയല്ലമ്മേ. കാല് കേറിയല്ല. ആരും അവളുടെ കാലേ ആ ചെരുപ്പിൽ കേറിയല്ല. അതിനെ അവിടെ കാല് നീണ്ടതാ. അവിടുത്തെ നേരത്തെ ചെരുപ്പ് പാകമാറ്റം. അത് അളവ് കൂടുതൽ വേണം. അളവ് കൂടുതൽ വേണം. വലിയ ചെരുപ്പ് വേണം. ഇനി അതിന് മാത്രം അളവൊന്നുമില്ല. അമ്മയുടെ കാല് ചെറുതാ. അവക്ക് ഒത്തിരി നീളമൊന്നും വെച്ച്. ആര് പറഞ്ഞത്? ഈ അപ്പന്റെ നീളവാ. പിന്നെ അവിടെ അപ്പന്റെ നീളം എവിടെ അപ്പനെ 9 ഇഞ്ചാ. കാലയിൽ എവിടെയോ നീളം അവന്. കാലം എവിടെയാ നീളം? നീളമില്ല വണ്ണമില്ല ഒന്നുമില്ല. അതെ. നമുക്ക് കിടക്കാം.
എനിക്കൊന്ന് കിടക്കണം. ഇച്ചേരം കിടന്നാലേ ഏറ്റാലേ ഇനി പണിയേക്കാൻ കാലാക്കണ്ടേ? വീട്ടിൽ ചെന്നിട്ട് വല്ലതും ഓ കാലാക്കണം. ഇനി വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാലാക്കിക്കോളാം. കിടക്ക്. അവിടെ ആരും കാണുകയില്ല. ഞാനുണ്ട്. അമ്മയൊന്നും ചെയ്യുകയില്ല. അമ്മ ഒന്നും ചെയ്യല, മരുമകള് ചെയ്യും. അമ്മക്ക് തലയും കുത്തിയുള്ള പണികൾ കയറും. തലയും കുത്തിയിട്ടുള്ള പണി എന്നതായിരിക്കും ജോവാനെ? ഓ എനിക്കറിയത്തില്ല. ഇച്ചിരി ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇട്ടു പോകും. അതാണ് തലയും കുത്തിയുള്ള പണി. പൂർത്തിയാക്കണമെങ്കിൽ വേറെ കാര്യം ചെയ്യണ്ട. ഓ ഒരു എന്താ പറയാ അതിന് ഒരു അതൊന്നും ഇനി അതിനെ കൊണ്ട് പറ്റിയില്ല. അതിന് പ്രായമായിപ്പോയി. വാരി വലിച്ചിട്ട് ചെയ്യും. ഒട്ടും ഓർമ്മയില്ല. അമ്മേനെ പറ്റിയാണോ പറയുന്നേ? എന്ത് നമ്മൾ പറഞ്ഞു എവിടെയെങ്കിലും പോയിച്ച് വന്ന് പറഞ്ഞാലും അതൊന്നും മനസ്സിലാകുന്നില്ല. എലിക്കുട്ടീനെ പറ്റിയാണോ പറയുന്നേ? ആര് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ആര് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എലിക്കുട്ടിയെ പറ്റിയാണോ? എന്നെ കുറിച്ച് എന്നിട്ടാ പറഞ്ഞു. എന്നെ കുറിച്ച് എന്തിനാ പറയാം? ഞാൻ ചെയ്യുന്നത് വീട്ടിൽ ചെയ്ത് പൊതുവെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത്. എനിക്ക് ഇന്നാട്ടിനും നോട്ടമൊന്നുമില്ല. എൻ്റെ കാര്യവുമില്ല. നമുക്ക് ഉറങ്ങാം. ഇപ്പൊ കരോട്ടപ്പറമ്പും പടിഞ്ഞാറപ്പറമ്പും പ്ലാക്കണ്ടൊക്കെ ദൂരെ കളഞ്ഞോ മോനെ. അതൊക്കെ വിറ്റുപോയി. ആക്കെ വിറ്റു കരോട്ടപ്പറമ്പ് മുഴുവൻ അതെല്ലാം വിറ്റു. സ്ഥലം വേണ്ട, ഇവിടെ പള്ളയാ. മുഴുവൻ കൃഷി ചെയ്യാൻ സ്ഥലമേ എലിക്കുട്ടി സ്ഥലം വേണ്ട. കൃഷി ചെയ്യാൻ ആരുമില്ല. എല്ലാം പള്ള പിടിച്ച് പാമ്പ് കയറി കിടക്കുക. എവിടെ ഉള്ള സ്ഥലത്തൊക്കെ അത് പണിയെടുക്കാഞ്ഞിട്ടല്ല. പണിയെടുത്താലും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് സ്ഥലം ഒന്നും വേണ്ട. 10 സെന്റ് സ്ഥലം മതി. ബാക്കിയൊക്കെ വിൽക്കാൻ പോവാ. പണിയെടുത്താൽ എന്തെല്ലാം കിട്ടും. അതുകൊണ്ട് എല്ലാം വിറ്റേച്ചേ. ഓരോ സാധനം കൊച്ചു വെച്ചെന്നാൽ അതൊക്കെ തന്നെ ഉണ്ടായി വരും. അത് എലിക്കുട്ടി കിടന്നോ? അനുഭവം ഉണ്ടാവും. എലിക്കുട്ടി കിടന്നോ? എലിക്കുട്ടി ഇനിയിപ്പൊ കിടന്നേച്ചും ചെന്ന് കഴിയുമ്പോ രാത്രി ആയില്ലേ. അപ്പൊ രാത്രിയിൽ പോകാന്നേ. രാത്രിയിൽ അങ്ങ് പോകാം. പിന്നെ കുളിക്കണം, അലക്കണം. ഇപ്പൊ തന്നെ ഞാൻ ഇച്ചിരി കഴിയുമ്പോ എലിക്കുട്ടീനെ കുളിപ്പിക്കും. കിടന്ന വൈകി പോയെങ്കിൽ നിർത്തിയോ മോനെ? എനിക്ക് എലിക്കുട്ടീനെ 3:30 ആകുമ്പോൾ കുളിപ്പിക്കാനുണ്ട്. അല്ലെ പിന്നെ സമയം കിട്ടില്ല. ഒന്ന് കിടക്കട്ടെ. കിടന്നോ? അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.